ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാലനും ദേവിയും എല്ലാ കാര്യങ്ങളും വളരെ പ്ലാൻ ചെയ്ത് എല്ലാവരെയും എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ച് അവരുടെ ജീവിതം ഇനി ആർക്കും ഒരു ഭാരമാകരുത് എന്ന് തീരുമാനിച്ചുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒന്നൊന്നായി ആ കുടുംബത്തിൽ ചെയ്ത് തീർക്കുകയാണ്. അങ്ങനെ ഈ ബാലനും ദേവിയും ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന സമയത്ത് അവരെല്ലാവരും ബാലനോടും ദേവിയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടുന്ന മറുപടി അവിടെ ഇവിടെയും തൊടാതെ നിന്നുള്ള രീതിയിൽ ബാലനും ദേവിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവസാനമായിട്ട് കണ്ണനോട് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്ന സമയത്ത് ദേവി ഈ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെല്ലാം വാക്കുകളിൽ തർക്കം ഉണ്ടായാലും വഴക്കുണ്ടായാലും ഇവിടെ നിന്ന്, അതായത് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോകരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനായിട്ട് ഭക്ഷണം മതിയാക്കി എങ്ങോട്ടും എഴുന്നേറ്റ് പോവാറില്ലല്ലോ, എനിക്ക് എൻ്റേതായ കാര്യങ്ങളല്ലേ ഞാൻ പറയാറുള്ളൂ, അതാർക്കും ഇഷ്ടപ്പെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുമ്പോഴല്ലേ ഞാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പം അത് വേണ്ടെന്നാ നിന്നോട് പറഞ്ഞത്, പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, പക്ഷെ അത് തീന്മേശയിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുവാണ്. ഇത്രയും കാലം ഈ വീട്ടിലെല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടു കൂടിയിരുന്നാണ് ഭക്ഷണം കഴിച്ചതെന്നും അതുപോലെ തന്നെ ആവണം ഇനി അങ്ങോട്ടും, ഇനി അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ല കണ്ണന്. കണ്ണൻ വല്ലാത്തൊരു ഇതിലിങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും അഞ്ജു പറഞ്ഞു, ദേവേച്ചി എന്തിനാ ഇവനോട് ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ദേവേച്ചി പറഞ്ഞെന്നോർത്ത് ഇവൻ അനുസരിക്കുമെന്ന് കരുതിയിട്ടാണോ? അങ്ങനെയാണെങ്കിലേ വേണ്ട, അവനത് അനുസരിക്കാനൊന്നും പോകുന്നില്ല. ആരെന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ആർക്കെന്ത് സംഭവിച്ചാലും അതൊന്നും അവന് പ്രശ്നമല്ല എന്ന് അഞ്ജു പറഞ്ഞപ്പം, അഞ്ജു മതി, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഉണുമേശയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കരുതെന്ന്, ഇനി അങ്ങനെ സംസാരം ഉണ്ടാകരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ പറയണം. അങ്ങനെ എല്ലാവരോടും ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബാലനും വന്നു. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ കരുതലോടെ ഇരുന്നിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം അനിയന്മാരുടെ കൂടെ ഇച്ചിരി നേരം ഇരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ ബാലൻ വരുന്നത്. അപ്പോൾ ബാലൻ്റെ ഈ വരവും സംസാരവും മാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും അനിയന്മാർക്ക് ആകെ ഒരു ടെൻഷനും വെപ്രാളവും ഒക്കെ ഉണ്ട്. ഈ ഏട്ടൻ ഇതെന്താ പറ്റിയത്, ഏട്ടൻ എന്താ ഇതുവരെ കാണിക്കാത്തതുപോലെയൊക്കെ ഇപ്പോൾ ഇരുന്ന് കാണിക്കുന്നത്, അങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴും അപ്പു മുഖവും വീർപ്പിച്ച് പിടിച്ചിങ്ങനെ അപ്പു ഇവരുടെ ആരും അല്ല എന്നുള്ളൊരു മാതിരിയിലും മട്ടിലുമാണ് നിൽക്കുന്നത്. എന്തായാലും ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് എല്ലാവരും ഇനിയിപ്പോൾ നേരെ ഒത്തിരി ആയി, എല്ലാവരും പോയി കിടക്കാൻ പറഞ്ഞ് അങ്ങനെ ദേവിയും ബാലനും എല്ലാവരെയും അവരവരുടെ മുറികളിലേക്ക് പറഞ്ഞു വിട്ടു. പോകുന്നതിന് മുൻപ് അനിയന്മാരെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് വിടുന്നത്. അപ്പോൾ ഇവർക്കും ആകെ ടെൻഷൻ, ഇതെന്താ പറ്റിയതെന്ന്. രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും പതിവ് പോലെ മണി പാലും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ദേവി ഇറങ്ങി ചെന്നില്ല. കുറേ നേരം ഇങ്ങനെ അവിടെ നിന്ന് ആ ഒരു ഒച്ച കേൾപ്പിച്ചിട്ട് മണി അങ്ങ് പോയി. അപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടാണ് നമ്മുടെ ഹരി എഴുന്നേൽക്കുന്നത്. ഹരി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവേടത്തി എന്താ പാല് മേടിക്കാൻ ചെന്നില്ലേ? അപ്പോഴേക്കും മണി ശബ്ദം നിർത്തി അങ്ങ് പോയപ്പോൾ ചെന്ന് കാണുമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ അത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ അഞ്ജു രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ മൊത്തത്തിൽ നോക്കും. അപ്പോൾ ഒരു ആളനക്കോ കാര്യങ്ങളൊന്നുമില്ല. അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അടുക്കളയിലൊന്നുമില്ല, അടുക്കളയെല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നു. അതുപോലെ തന്നെ പൂജാമുറിയിൽ വന്നു, പൂജാമുറി തുറന്നിട്ടില്ല, വിളക്ക് കൊളുത്തിയിട്ടില്ല, അങ്ങനെയൊക്കെ ആ ഒരു ഇതൊക്കെ അതങ്ങനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവിയുടെയും ബാലൻ്റെയും റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അതിങ്ങനെ ചുമ്മാ ചാരി ഇട്ടിട്ടേ ഉള്ളൂ. ദേവേച്ചി എന്ന് പറഞ്ഞ് വിളിച്ചു, പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അഞ്ജു ഇങ്ങനെ വാതിൽ തുറന്നപ്പോഴേക്കും വാതിലങ്ങ് തുറന്നു പോയിട്ടോ. അങ്ങനെ ചെന്ന് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവിടെ അവരില്ല. അപ്പോൾ ഇവരെവിടെ പോയി എന്നോർത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് മേശപ്പുറത്ത് ഒരു പേപ്പർ ഇരിക്കുന്നത് കണ്ടത്. ആ പേപ്പർ എടുത്ത് നോക്കിയപ്പോഴേക്കും നമ്മുടെ ദേവിയും ബാലനും ആ ഒരു കത്ത് എഴുതി വെച്ചിട്ട് അവിടെ നിന്ന് പോയിരുന്നു. അനിയന്മാരോട് അവരുടെ മനസ്സിൽ പറയാനുള്ള കാര്യങ്ങൾ മുഴുവനും ആ കത്തിൽ എഴുതി വെച്ചിട്ട് രണ്ടുപേരും കൂടി ആ വീടിൻ്റെ പടി ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ അത് കേട്ടപ്പോഴേക്കും ശിവേട്ടാന്ന് വിളിച്ചുകൊണ്ട് ഒറ്റ കരച്ചിൽ ഓട്ടമായിരുന്നു നമ്മുടെ അഞ്ജു. പെട്ടെന്ന് ശിവനും ഞെട്ടി അങ്ങോട്ട് ചെന്നു. എന്താ അഞ്ജു എന്താണെന്ന് ചോദിച്ചു. ഇത് നോക്കിക്കെന്ന് പറഞ്ഞ് ഈ പേപ്പർ കാണിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ശിവൻ ഇതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു ശിവൻ തളർന്ന് അവിടെ ഇരുന്ന് പോയി, കുഴഞ്ഞ് വീണുപോയി. ശിവൻ ആ പേപ്പറും പിടിച്ചിങ്ങനെ അങ്ങ് വീണു. ഇനി നമ്മൾ എന്ത് ചതിച്ചല്ലോ ഏട്ടാന്നും പറഞ്ഞുകൊണ്ട് ശിവൻ ഇങ്ങനെ പറയുക. അപ്പോഴേക്കും അഞ്ജു നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ, അപ്പോൾ എനിക്കറിയില്ല അഞ്ജു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ, അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് വരരുത്, ഞങ്ങളിനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ബാധ്യതയായിട്ട് വരില്ല, അനിയന്മാർ സുഖമായിട്ട് ജീവിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള എഴുത്തും കാര്യങ്ങളൊക്കെയാണ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേപ്പറുമായിട്ട് ഈ ശബ്ദമൊക്കെ കേട്ട് ശിവനും അഞ്ജുവിൻ്റെയും ശബ്ദം കേട്ടുകൊണ്ട് വേഗം ഹരിയൊക്കെ അങ്ങോട്ടേക്ക് വന്നു. അപ്പവും കണ്ണനും ഒക്കെ വന്നു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പേപ്പർ അങ്ങ് കയ്യിലേക്ക് കൊടുത്തു. ഹരി ഇത് വായിച്ചു. ഹരി വായിച്ചപ്പോഴത്തേക്ക് ഹരി അവിടെ കുഴഞ്ഞു വീണു. പിന്നെ അപ്പുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പു ഇത് വായിച്ചു. അപ്പു ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ കണ്ണൻ അത് വായിച്ചപ്പോഴേക്കും കണ്ണനും അവിടെ അങ്ങനെ അങ്ങ് ഇരുന്ന് പോയി. അപ്പോഴേക്കും അഞ്ജു ചോദിച്ചു, സമാധാനമായില്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഹരിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പുവിനോടും അതുപോലെ തന്നെ കണ്ണനോടും ഭയങ്കരമായിട്ട് ഹരിയും ദേഷ്യപ്പെടുക. നിനക്കൊക്കെ സമാധാനം ആയില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങളുടെ ഏട്ടനെയും ഏട്ടത്തെയും കൊലയ്ക്ക് കൊടുത്തപ്പോൾ നിനക്കൊക്കെ സമാധാനം ആയില്ലേ എന്ന് ചോദിച്ചു. ഇനി അവരില്ലാത്ത കുടുംബത്തിൽ ഞങ്ങളുണ്ടാവില്ല. നീയൊക്കെ സുഖിച്ചു വാണോ? നിനക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും നിനക്കത് വിൽക്കാനും ആയിരുന്നല്ലോ ധൃതി മുഴുവനും. നീയൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞ് ഹരി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അന്നേരത്തേനും അവിടെ നിന്ന് ഇങ്ങനെ ഭൂമി ഇടിഞ്ഞ് തലയുടെ മേളിൽ വന്ന് നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ വിട്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. കണ്ണൻ സോഫയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും പിന്നെ എല്ലാവരും അറിഞ്ഞു ഇവരെ കാണുന്നില്ല എന്നുള്ള വിവരം. എവിടെ പോയി അന്വേഷിക്കും, എങ്ങനെ അന്വേഷിക്കും? പിന്നെ ശങ്കരമാമയോട് വിവരം പറഞ്ഞു. ശങ്കരമാമ ഓടിക്കതച്ച് വന്നു. ഇവർ ശങ്കരമാമയ്ക്ക് അരികിലേക്ക് പോകുന്നു. അപ്പോൾ ഇവരാൽ കഴിയുന്ന രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ പോണതാണ്. അപ്പോൾ ശങ്കരമാമയെ വഴിക്ക് വെച്ച് കണ്ടു. ശങ്കരമാമയോട് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ശങ്കരമാമയുടെ മുന്നിൽ ഇവരുടെ ആ ഒരു സങ്കടം അതങ്ങ് പൊട്ടി ഒഴുകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ശങ്കരമാമയുടെ തോളിലേക്ക് ചാഞ്ഞ് വാവിട്ട് കരയുക. ഞങ്ങൾ ഇട്ടിട്ട് പോയി എന്നുള്ളൊരിതിൽ ഞങ്ങളുടെ ഏട്ടനും ഏട്ടത്തെയും ഞങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നും പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ കാരണക്കാർ ആ കുടുംബത്തിലുള്ളവർ തന്നെയാണെന്നുള്ള രീതിയിൽ നമ്മുടെ ശങ്കരമാമ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അഞ്ജുവിനെ സമാധാനിപ്പിക്കാനായിട്ട് അപ്പു ചെല്ലുന്നു. പക്ഷെ അഞ്ജു അപ്പുവിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അപ്പു ഇങ്ങനെ തകർന്നിരിക്കുക. എന്നിട്ട് അപ്പു പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പു അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. ഞാൻ കാരണമാണോ ഇനി അവർ പോയത് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണന് പിന്നെ പ്രത്യേകിച്ച് വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും കണ്ണൻ അവിടെ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുവാണ്. ആ ഒരു കാരണം കൊണ്ട് സംഭവിച്ചു പോയതാണോ എന്നുള്ളൊരു ഇതിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടും സംസാരിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ശിവനും അതുപോലെ തന്നെ ഹരിയും നെട്ടോട്ടം അവരെ കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ടം അവരാൽ കഴിയുന്ന രീതിയിൽ. പിന്നെ അമ്പലത്തിൽ പോകുന്നു, ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു, തേങ്ങ അടിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ഇവർ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹരി ഇന്ന് വരെ പൂജാമുറിയിൽ കയറാത്ത ഹരി ഓടി പൂജാമുറിയിൽ ചെന്ന് എൻ്റെ ഏട്ടനെയും ഏട്ടത്തെയും കൊണ്ട് തരണേന്നും പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കണ്ണൻ്റെ മുന്നിൽ കണ്ണുനീരോടെ മനസ്സൊരുക്കി നമ്മുടെ ഹരിയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് അമ്മയെ കാണാതെ ദേവൂട്ടി അമ്മ എന്തിയെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അമ്മ എന്തിയെന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അപ്പു ഇങ്ങനെ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നു. കുറെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം വരുത്തി വെച്ചതിന് മുമ്പ് ഒരു നിമിഷം പോലും അപ്പു കാര്യങ്ങളൊന്നും ഓർത്തില്ലല്ലോ. മനസ്സൊന്നുരുകുന്ന വേദനയോടെയാണ് ദേവിയും ബാലനും ഇറങ്ങിപ്പോയിരിക്കുന്നതെന്നുള്ള കാര്യം അപ്പുവിന് മനസ്സിലായി. അപ്പുവിന് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലായി. എങ്ങനെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പത്തനംതിട്ടയിലുള്ള അവരുടെ ആ ഒരു വല്യപ്പനുണ്ടല്ലോ, അദ്ദേഹം അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ കുറുപ്പമ്മാവൻ അങ്ങോട്ടേക്ക് വന്നു. കുറുപ്പമ്മാവൻ വന്ന് ഇവരുമായിട്ട് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ബാലൻ്റെയും ദേവിയുടെയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവരെ നിങ്ങൾ ഒരുപാട് ദ്രോഹിച്ചു, ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ നടുങ്ങുന്ന രഹസ്യം, ദേവിയെക്കുറിച്ചും ബാലനെക്കുറിച്ചുള്ള നടുങ്ങുന്ന രഹസ്യം അദ്ദേഹം ഇവരോട് പറയുക. കാരണം ദേവൂട്ടിയെ തൊടരുത്, ദേവൂട്ടിയെ പിടിക്കരുതെന്നൊക്കെ അപ്പു പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ന്യായങ്ങൾ ഇവർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ സത്യം പറയുന്നത്. മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും തെറ്റിപ്പോയി. ദേവിക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല അവർ കുഞ്ഞുങ്ങളില്ലാതെ ഈ വീട്ടിൽ കഴിഞ്ഞത്. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു പോയാൽ അനിയന്മാരായ നിങ്ങളുടെ ജീവിതവും ഭാവിയും തകർന്നു പോകുമെന്നും നിങ്ങളെ ഒരു നിലയ്ക്കെത്തിക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ബാലനും ദേവിയും കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള തീരുമാനം എടുത്തത്. അങ്ങനെ ബാലനാണ് ദേവിയോട് ആ സത്യം വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറുപ്പമാവൻ ഇതൊക്കെ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അവരുടെ സാന്ത്വനം എന്ന് പറയുന്ന ലോകം അത് ഇടിഞ്ഞു പൊളിഞ്ഞ് തലയിലേക്ക് വീണാൽ മതി എന്നുള്ളൊരു ചിന്തയിലായിപ്പോയി. അപ്പോൾ ഒക്കെ ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കി നിൽക്കുക. അതുപോലെ അഞ്ജു, ശിവൻ, കണ്ണൻ, ഹരി ഇവരെല്ലാവരും അത് കേട്ടങ്ങ് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ജീവനും ജീവിതവും ഭാവിയും സ്വപ്നങ്ങളും എല്ലാം തച്ചുടച്ച് ജീവിച്ചിട്ട് അവസാനം അവർക്ക് കിട്ടിയത് എന്താണ് എന്ന് ഒരു നിമിഷത്തേക്ക് നമ്മുടെ ഹരി അവരെല്ലാവരും ചിന്തിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഏത് ഗംഗയിൽ പോയി കുളിച്ചാൽ നിങ്ങൾ ചെയ്ത പാപം പോകും മക്കളെന്നും ചോദിച്ചുകൊണ്ട് ആ കുറുപ്പമ്മാവൻ ഇങ്ങനെ ചോദിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ പറയണം. അപ്പു ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മിണ്ടാട്ടം മുട്ടി അങ്ങനെ അവിടെ നിൽക്കുക. കാരണം ഇതിനെല്ലാം കാരണക്കാരി അപ്പു ആയതുകൊണ്ട്. കണ്ണൻ തുടക്കം ഇട്ട് വെച്ചെങ്കിലും ഈ രീതിയിലൊന്നും, അതായത് അവരുടെ മനസ്സ് കുത്തി നോവിക്കുന്ന രീതിയിൽ കണ്ണനേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചതും
അതുപോലെ പറഞ്ഞതും ചെയ്തതും എടുത്തതും എല്ലാം അപ്പുവാണ്. അപ്പുവിൻ്റെ കുഞ്ഞിനെ ദേവി തട്ടിയെടുക്കും എന്നുള്ള ആ ഒറ്റ ഉദ്ദേശത്തോടെ. അങ്ങനെ ആ ഒരു കാര്യം ഓർത്ത് അപ്പു ഇങ്ങനെ ഇരുന്ന് അവിടെ ഇരുന്ന് ആകെ വിഷമിക്കുക. അപ്പു വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവർ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെ പോയി നോക്കിയാലും അവരെ കണ്ടു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോണം നിന്ന് ഉറച്ചാണ് രണ്ടുപേരും ഈ വീടിൻ്റെ പടി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ പോയവരെ നിങ്ങൾ എങ്ങനെ കണ്ടെത്താനാണ് മക്കളെ എന്ന് ചോദിച്ചു. അതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി, അതായത് ഹരിക്കും ശിവനുമാണല്ലോ ഉത്തരവാദിത്വം, കണ്ണന് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവർ ഭഗവാനെ ആശ്രയിച്ച്, അവരെ കണ്ടു കിട്ടാനായിട്ട് ഭഗവാനെ ആശ്രയിച്ച് നമ്മുടെ ശിവനും ഹരിയും മുന്നോട്ട് പോകുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആ വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നത്, തോമസ് സാറ് വരുന്നത്. സാറ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവർ എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലേ, നിങ്ങളെല്ലാവരും ഇവിടെ കാണുമെന്ന് പേടിച്ചാണ് ഞാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ കഴിഞ്ഞ ദിവസം എൻ്റെ അരികിൽ വന്നിരുന്നു എന്നും കുറച്ച് കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് കുറച്ച് വീതം വെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരിങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുക, ഇതൊക്കെ എപ്പോൾ ഇവർ നടത്തി എന്നുള്ളൊരിതിൽ. അപ്പോൾ അന്ന് 11 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ടെല്ലാം ശരിയാകുമെന്ന് ബാലൻ പറഞ്ഞത് ഇതായിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ കണ്ണനും അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് തോമസ് സാർ കയറി വന്നും പറഞ്ഞ് ഇവർ വിളിച്ച് അകത്തൊക്കെ ഇരുത്തി. എന്നിട്ട് തോമസ് സാറ് ബാലനും ദേവിയും പറഞ്ഞതനുസരിച്ച് കൊണ്ടുവന്ന് ആ വിൽപത്രം മുഴുവൻ അങ്ങ് വായിക്കുക. അതിൽ ഒരു മുട്ടുസൂചിയുടെ സ്വത്ത് പോലും നമ്മുടെ ബാലനോ ദേവിക്കോ അവർ വെച്ചിട്ടില്ല. സാന്ത്വനം വീട് ഇപ്പോഴും അവരുടെ 3 പേരുടെയും കൂടെ പേരിലേക്കാക്കി. അതുപോലെ തന്നെ ബാലൻ്റെ പേരിൽ ഒരു 10 സെൻറ്റ് മാറിക്കിടന്നത് അത് കണ്ണന് കൊടുത്തു. കണ്ണനത് വിറ്റിട്ട് കണ്ണന് വേണ്ടുന്ന പൈസ എടുക്കാം. അതുപോലെ ബാക്കിയുള്ള സ്വത്തുക്കൾ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വീതം വെച്ചു. പത്തനംതിട്ടയിലുള്ളത് ഒരാൾക്ക്, സാന്ത്വനം 3 പേർക്കും കൂടി. അങ്ങനെ അതിൻ്റെ ഭൂമിയുടെ അളവ് കണക്കുകൾ കാര്യങ്ങൾ ഇതെല്ലാം എഴുതി ഇതെല്ലാം ഓരോരുത്തർക്കും വീതം വെച്ച് കൊടുത്ത് അതിനെല്ലാം ഇവർ ഇഷ്ടദാനം കൊടുക്കുന്ന രീതിയിൽ, അതായത് ദേവിയും ബാലനും ഇഷ്ടദാനം കൊടുക്കുന്ന രീതിയിലേക്കെല്ലാം ആക്കി എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാവരെയും പറഞ്ഞേൽപ്പിച്ചാണ് ആ 2 വ്യക്തികൾ ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങിയിരിക്കുന്നത്. അവർ രണ്ടുപേരും ഇല്ലാത്ത നമ്മുടെ സാന്ത്വനം കുടുംബം എന്താ പറയുക, നാഥനില്ല കളരിയായി മാറിക്കിടക്കുന്നു. ആരും ഏതും ചോദിക്കാനും പറയാനും ഇല്ലാതെ ആരുമില്ലാത്തൊരു തറവാടായി അതങ്ങ് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു പാപഭാരം അല്ലെങ്കിൽ ഈ ഒരു കുറ്റബോധം അത് അപ്പു എവിടെ കൊണ്ടേ തീർക്കുമെന്നുള്ളൊരിതിലാണ് അപ്പു. ശരിക്കും പറഞ്ഞാൽ ഹരി അപ്പുവിൽ നിന്ന് ഒരുപാട് അകന്നു. അപ്പുവാണ് ഇതിന് കാരണമെന്നുള്ളൊരിതിൽ. അപ്പോൾ അങ്ങനെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. ക്ലൈമാക്സിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്ന് നമുക്ക് അറിയണ്ടേ. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ബാലനും ദേവി ഒരു വരുവോ അതോ ഇതോടുകൂടി അത് അങ്ങ് അവസാനിക്കുകയാണോ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.